ഇന്ന് കാലഭൈരവ ജയന്തി. മഹാദേവന്റെ പ്രചണ്ഡ രൂപം, കാലചക്രത്തെ നിയന്ത്രിക്കുന്ന ഭൈരവമൂർത്തി, വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപം, ശരീരത്തിൽ സർപ്പങ്ങളെയും കണ്ഠത്തിൽ കപാലമാലയും ആഭരണമായി അണിഞ്ഞുവരുന്ന കാലഭൈരവൻ, ബ്രഹ്മദേവന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും അവതാരമെടുത്ത മൂർത്തി. ഒരിക്കൽ ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവഭഗവാനുമിടയിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരെന്ന തർക്കമുണ്ടായി. മഹാവിഷ്ണുവും മഹാമുനിമാരും സിദ്ധന്മാരും എല്ലാം ശിവഭഗവാനാണ് ശ്രേഷ്ഠനെന്ന് അംഗീകരിച്ചു. എന്നാൽ ബ്രഹ്മാവ് ശിവഭഗവാനെ ശ്രേഷ്ഠനായി അംഗീകരിക്കാൻ തയ്യാറായില്ല. മഹാദേവനെ അപമാനിക്കുകയും ചെയ്തു. കോപാകുലനായ ശിവൻ ബ്രഹ്മാവിന്റെ 5 തലകളിലൊന്ന് വെട്ടിമാറ്റിയതായും കലിയടങ്ങാത്ത ശിവന്റെ തൃക്കണ്ണിൽ നിന്നും കാലഭൈരവരൂപം ജന്മമെടുത്തുവെന്നും തുടർന്ന് ഉഗ്രപ്രളയത്തിൽ 3 ലോകങ്ങളും നടുങ്ങിയെന്നും ഐതിഹ്യം. പ്രളയത്തിനിടയിൽ ഉഗ്രരൂപമായ കാലഭൈരവൻ ഒരു കറുത്ത നായയുടെ പുറത്തിരുന്നു വരുന്നത് കണ്ട് ലോകം നടുങ്ങി. പാപികളെ ശിക്ഷിക്കാൻ കയ്യിൽ ദണ്ഡുമായി വന്ന ഭൈരവൻ ദണ്ഡപാണിയെന്നും അറിയപ്പെട്ടു. ഉഗ്രരൂപിയായ ഭൈരവമൂർത്തിയെ കണ്ട ബ്രഹ്മാവ് ഭയചകിതനാവുകയും മഹാദേവനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് അംഗീകരിക്കുകയും തന്റെ തെറ്റിന് ശിവഭഗവാനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പരിഭ്രാന്തരായ മറ്റു ദേവതകൾ പരമശിവനോടും കാലഭൈരവനോടും ക്ഷമ ചോദിക്കുകയും തെറ്റുകൾ പുറത്തുതരാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഇതോടെ ശാന്തരൂപം കൈക്കൊണ്ട ശിവൻ ബ്രഹ്മാവിന്റെ ശിരസ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ബ്രഹ്മാവിനോട് ക്ഷമിക്കുകയും ചെയ്തു. ഇതാണ് ശിവഭഗവാന്റെ കാലഭൈരവ അവതാരത്തിന്റെ ഐതിഹ്യം. കാലഭൈരവനെ ആരാധിക്കുന്ന സമൂഹമാണ് അഘോരികൾ. പരമശിവന്റെ ഏറ്റവും ഭയം ജനിപ്പിക്കുന്ന രൂപമാണ് ഭൈരവമൂർത്തി. നവഗ്രഹങ്ങളെയും 12 രാശികളെയും അഷ്ടദിക്പാലകരെയും തന്റെ അധീന ശക്തിയിലാക്കിയ മൂർത്തിഭാവമാണ് കാലഭൈരവൻ. ഇന്ന് കാലഭൈരവനെ വണങ്ങിയാൽ സകല ദോഷങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം. ശനീശ്വരന്റെ ഗുരുവാണ് കാലഭൈരവൻ. കാലഭൈരവനെ ഉപാസിക്കുന്നവരെ ശനീശ്വരൻ ഉപദ്രവിക്കില്ല എന്നാണ് വിശ്വാസം. കാലഭൈരവനെ ഈ ദിവസം ഉപാസന ചെയ്താൽ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. കാലചക്രത്തെ നിയന്ത്രിക്കുന്ന കാലഭൈരവമൂർത്തി കാശിയിൽ വാണരുളുന്നു. ഇന്ന് കാലഭൈരവാഷ്ടകം ജപിക്കുന്നതും വളരെ നല്ലതാണെന്നാണ് വിശ്വാസം.